ഹായ് ഓൾ. ഇന്ന് നമ്മളൊരു പുതിയതായിട്ടൊന്നല്ല, പഴയ സംഭവം തന്നെയാണ്. ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ പോവാണ്, ഒരു ഇറ്റാലിയൻ ഫുഡ്. ഞാൻ ലിയനോട് ഇങ്ങനെ ഐഡിയ പറഞ്ഞു, ലിയ ഒരു നമുക്ക് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്താലോ എന്ന്. അപ്പം ലിയ ഞാൻ പറഞ്ഞു ഫേവറേറ്റ് ഫുഡാട്ടോ. ശരിയാണ്. ഞാൻ ഒരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് എനിക്കൊരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഫുഡ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ഇറ്റാലിയൻ ഫുഡാണ്. ഞാൻ എപ്പം സമയം കിട്ടിക്കഴിഞ്ഞാൽ ലിയ ഒന്ന് ഉണ്ടാക്കാമെന്നൊക്കെ ചോദിക്കും. ലിയ അതനുസരിച്ച് ഞാൻ 4-5 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാക്കുമില്ലേ, അറ്റ്ലീസ്റ്റ് 2-3 ആഴ്ചയിലോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കും. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് ഏതായാലും ഉണ്ടാക്കാൻ നേരം നമുക്കൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന്. കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം ഉണ്ടാക്കാനായിട്ട് പപ്പയ്ക്കും മമ്മിക്കും ഒത്തിരി ഫുഡ് ഇഷ്ടപ്പെട്ടായിരുന്നു അല്ലേ. റായനാണെങ്കിലും ശരിക്കും കഴിച്ചായിരുന്നു ഫുഡ്. അപ്പോൾ നമ്മൾ ഓർത്ത് ഇന്ന് ഏതായാലും ഉണ്ടാക്കുന്ന മുമ്പ് റെസിപ്പീസും കാര്യങ്ങളും പറയാം. പേരെന്താണെന്ന് ഞാൻ വഴികെ പറയാം. ഇതിൽ ഞാൻ പേര് പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ വഴികെ പറഞ്ഞോളാം. ഓക്കെ എന്തൊക്കെ റെസിപ്പീസ് വേണ്ടി, ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ ഇനി ഇത് ബേസിക് സിമ്പിൾ ആയിട്ട് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഒത്തന്റിക് ആയിട്ടുള്ള രീതി വരത്തില്ല, നമ്മുടെ ഒരു ഇന്ത്യൻ വേർഷനും ഒക്കെ മിക്സ് ചെയ്തിട്ട് കുഴപ്പമില്ല, ആ രീതി വരും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയാണ്. അല്ല, പഞ്ചസാരയാണ് ഫസ്റ്റ് നമുക്ക് വേണ്ടിയത്. ഈ ഷീറ്റാണ് പാസ്ത ഷീറ്റ്. ഞാൻ ഇതുവരെ ഹൈഡ് വെച്ചെന്ന് പറഞ്ഞിട്ട് ഈ ഷീറ്റിന്റെ മണ്ടയ്ക്ക് പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലസാനിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒരു ഇറ്റാലിയൻ മിക്കവാറുള്ള എല്ലാവർക്കും അറിയായിരിക്കും ലസാനിയ. ഇങ്ങനെ ലസാനിയ ഷീറ്റ് കിട്ടും കടയിൽ. ഓക്കെ, വലിയ കോസ്റ്റ് ഒന്നുമില്ല, 50 pence, 1 pound, 1 pound ഒക്കെ താഴെ തന്നെ സാധനങ്ങളും കിട്ടും. ഇതാണെങ്കിലും വൺ ഓഫ് ദ ലൈക്ക് നോർമൽ ലസാനിയ ഷീറ്റാണ്. ഒരു പ്രാവശ്യം ഷീറ്റ് മേടിച്ച് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 4-5 പ്രാവശ്യം, ഒരു 3-4 തവണ യൂസ് ചെയ്യാം. ഞാൻ 4-5 എന്ന് പറഞ്ഞോണ്ടാണ് ഇവിടെ 3-4 എന്ന് പറഞ്ഞാൽ യോജിക്കാൻ പറ്റത്തില്ല, സമ്മതിച്ചേർത്തില്ല. ഓക്കെ, ഒരു 3-4 തവണയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണ അതിന്റെ മേലെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടോ. ഇത് ബേസിക്കലി അതിന്റെ ഒരു ഫ്ലാറ്റ് വേർഷൻ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഞാൻ ഭയങ്കര ലേസി ആയതുകൊണ്ട് പറ്റുമെന്നൊക്കെ പറയാൻ പറ്റത്തൊന്നുമില്ല കേട്ടോ. നിങ്ങൾ മേടിക്കാതെ നല്ലത്, മെനക്കെടണ്ട. ഓക്കെ, ഇത് ലസാനിയ ഷീറ്റ്. അത് കഴിഞ്ഞിട്ട് മെയിൻ തിങ് ഇത് ബീഫ്, മിൻസ്ഡ് ബീഫ്. ഓക്കെ, ഞാനിപ്പം 5% ഫാറ്റ് എടുത്ത് ഒരു 10% അല്ലെങ്കിൽ 20% ഫാറ്റുള്ള മിൻസ്ഡ് ബീഫ് വേണമെങ്കിൽ എടുക്കാം. ടെസ്കോന്ന് എത്ര 2-3 പൗണ്ടിന്റെ സാധനം കിട്ടി. 3.5 പൗണ്ടോ ആയിക്കോട്ടെ, ചെറിയൊരു പോർഷൻ മിൻസ്ഡ് ബീഫ് വേണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇത് 2 സാധനം അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇത് റെസിപ്പി ഇത് മാറ്റി വെച്ചേക്കുന്നത് ഷോയ്ക്ക് വേണ്ടി വെച്ചാലേ. ഓക്കെ, ഉള്ളി 2-3 ഉള്ളി, വെളുത്തുള്ളി. ഓക്കെ, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 4 അല്ലി എന്ന് കൂടിയോ. ഓക്കെ, പിന്നെ ചീസ് നമുക്ക് ഇഷ്ടമുള്ള ചീസ് യൂസ് ചെയ്യാം. സ്പെസിഫിക് ആയിട്ട് ഈ ചീസ് വേണമെന്നൊന്നുമില്ല, ചീസും സെറ്റ്. ഓക്കെ, പിന്നെ ഇറ്റാലിയൻ ഹെർബ്സ് എന്തൊക്കെയാ, റോസ്മേരി. ഇത് മാൻഡേറ്ററി അല്ല. ഓക്കെ, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഫുഡ് ഇതില് ഇടാറുണ്ട്. അപ്പം ഇച്ചിരി മാൻഡേറ്ററി, അത്രയ്ക്ക് മാൻഡേറ്ററി അല്ല എന്നുള്ളത് ഇച്ചിരി മാൻഡേറ്ററി ആണ്. നമ്മളിപ്പം മിക്സ്ഡ് ഹെർബ്സ് ആയാലും മേടിച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഓക്കെ, ബേസിലുണ്ട്. ഇത് തൈം എന്ന് പറയും ഇംഗ്ലീഷിൽ, തൈമോ എന്തോ സംഭവം ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് റോസ്മേരി ഡ്രൈഡ് ആണെന്ന് തോന്നിക്കുന്നു. ഈ 3 എനിക്ക് വലുതായിട്ട് ഇത് വേണമെന്നില്ല, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഇടുന്നേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ ഫ്ലേവർ ആയിരിക്കത്തില്ല, ഒരു ഇറ്റാലിയൻ ഫ്ലേവറിന് വേണ്ടി. പിന്നെ ഒരു പാർസ്ലി, ഇത് മിന്റിന്റെ പോലെ തന്നെയാണ്, ഒരു മിന്റിനെ പോലെ തന്നെ ഇരിക്കും. മിന്റ് അല്ല, കൊറിയൻഡറിനെ പോലെ തന്നെ ഇരിക്കും. കൊറിയൻഡറിന്റെ പുതിനയും കൊറിയൻഡർ ഒന്നുമില്ല, പുതിന മിന്റാ. അപ്പം മറ്റേ കൊറിയൻഡർ മല്ലിച്ചപ്പിനെ പോലെ തന്നെ ഇരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ചില സമയത്തൊക്കെ മാറിയിട്ടുണ്ടെന്ന് അറിയാം. ഇതും ഞാൻ മാറി മേടിച്ചതാണ് കേട്ടോ. ഇത് ആക്ച്വലി പപ്പയും മമ്മിയും പോയപ്പോ മല്ലിയിലെന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങിച്ചിട്ട് മേടിച്ചോണ്ട് വന്നത് ലസാനിയക്ക് യൂസ് ചെയ്യും. അപ്പം നമ്മൾ ഓർത്ത് ഇരിക്കുന്നല്ല, വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്ത് ലസാനിയക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് 2 മെയിൻ സോസാ. ഇറ്റ്സ് ജസ്റ്റ് ടൊമാറ്റോ പ്യൂരിയ, ടൊമാറ്റോ, അനിയൻസും പിന്നെ വെളുത്തുള്ളിയും കൂടി. റെഡ് ലസാനിയ സോസ് ആയിരിക്കും എഴുതിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത് ടെസ്കോയിലൊക്കെ പോകുകയാണെങ്കിൽ ഒരു 50p 80p 1 pound താഴെ തന്നെ ഈ സംഭവം കിട്ടും. ടെസ്കോന്റെ ബ്രാൻഡ് ആണെങ്കിൽ ഇതും അവിടെ തന്നെ മേടിച്ച് ഇത് ഏതാണ്ട് 60p 70p ഏതാണ്ടായിരുന്നു ഈ വൈറ്റ് സോസ്. വൈറ്റ് ലസാനിയ സോസ് കാണും. സോ ഇത് 2 ഒരു മാൻഡേറ്ററി സോസസ് ആണ്, ഈ റെഡ് ലസാനിയ സോസും വൈറ്റ് സോസും. നമുക്ക് വീട്ടിലുണ്ടാക്കാം, തക്കാളിയും ഇതും അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഷോർട്ട് കട്ടിന് വേണ്ടി ഉണ്ടാക്കാം. ശരി, സമ്മതിച്ചു. പിന്നെ സോൾട്ട്
സോൾട്ട് ഇത് മാൻഡേറ്ററി ആണ്. സോൾട്ട് നിങ്ങളില്ലാതെ നിങ്ങൾക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പം സോൾട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, ലേശം തൊട്ട് ഷുഗർ ഇടാം. ഷുഗർ എന്ന് വെച്ചാൽ ഈ സോൾട്ടും ബാക്കി എല്ലാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, പിന്നെ ഇത് ഇടില്ല, പക്ഷേ ഇത് ചില്ലി ഓയിൽ. എനിക്ക് ചില്ലി ഓയിൽ ഇഷ്ടമല്ലാതല്ല, എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എരി പറ്റത്തില്ല. ലേശം നമുക്കൊരു ഇന്ത്യൻസിനൊക്കെ ഇച്ചിരി ഒരു എരിയൊക്കെ നല്ലതല്ല. എനിക്ക് എരി ഇഷ്ടം, ഇച്ചിരി ലേശം ഞാൻ ഇടും. എനിക്ക് എരി പറ്റത്തില്ല കേട്ടോ, എനിക്ക് ഒട്ടും എരി പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് റെസിപ്പി. ഐറ്റംസ് മതി, ഇത്ര ഐറ്റംസ് മതി. ഓക്കെ, ഈ സംഭവം ഉണ്ടെങ്കിൽ ഉള്ളി പറഞ്ഞായിരുന്നോ? ഉള്ളി വേണമെങ്കിൽ ഈ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ലസാനി ഉണ്ടാക്കാൻ പറ്റും. ഇച്ചിരി സമയം എടുക്കും, പക്ഷേ എങ്കിൽ എത്ര 15-20 മിനിറ്റ്സ് 30-40 ഒരു 1.5 hours എടുക്കും. 1.5 hours ഒന്നും എടുക്കത്തില്ല. ആക്ച്വലി ബീഫ് കുക്കായി വരാൻ ബീഫ് ഒന്ന് ചുമ്മാ ഇങ്ങനെ ഗ്യാസ് തീർക്കും. ഇത് ചുമ്മാ ബീഫ് നിങ്ങളൊന്ന് കുക്ക് ആകുന്നതിന്റെ സമയം മാത്രമേ എടുക്കത്തുള്ളൂ. ആ സമയത്തിന് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഒരു 25 മറ്റേ ഇതിനൊരു മൈക്രോവേവിൽ വെക്കണം അല്ലേ? യെസ്, ഏകദേശം ഒരു 40 മിനിറ്റ്സ് എന്ന് കൂട്ടിക്കോ. 1.5 hour എടുക്കും. 1 hour എന്ന് കൂട്ടിക്കോ. പക്ഷേ എങ്കിൽ സംഭവം വർത്ത് ആയിരിക്കും. അത് അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം നമുക്ക് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. കത്തി എവിടെ? കത്തിയില്ല. ശരി, അപ്പം കട്ട്. അപ്പം ലിയ ഉള്ളി കട്ട് ചെയ്ത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ റോസ്റ്റ് ഇച്ചിരി ഈ ഒരു ഇതാവുമ്പോൾ ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും നമുക്ക് ഇത് മിൻസ്ഡ് മീറ്റ് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ആ മീറ്റ് ഒരു ബ്രൗൺ കളർ, ഒരു ബ്ലാക്ക് കളർ പോലെ, ബ്ലാക്ക് അല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വേഗം വരെ. അപ്പോഴത്തേക്ക് നമ്മൾ ഇത് കയറ്റിയിട്ടുണ്ട്. എന്താ പറയുന്ന പേര്? ഉള്ളിയും കൂടെ ചെറുതായിട്ട് ഒന്ന് ഇത് ചെയ്യാനായിട്ട്, ഒന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ലിയ ഇത് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പപ്പയെ ഇട്ടോ മിൻസ്ഡ് മീറ്റ്. ഇതിപ്പം റെഡ് കളറാണ്, ഇതൊരു ബ്രൗൺ കളറാവും. നമുക്ക് കളർ ചേഞ്ച് ആവുമ്പോൾ തന്നെ മനസ്സിലാവും. ആ സമയം ആവണ വരെ ഒന്ന് ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം, ഡ്രൈ ചെയ്യണം. അത് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് പപ്പനോട് ചോദിക്കാം, പപ്പയും മമ്മിനോടും ചോദിച്ചു നോക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു സംഭവം എങ്ങനെയാണെന്നുള്ളത്. അവരോടൊന്ന് ചോദിച്ചു നോക്കാം. പപ്പ, കഴിഞ്ഞ പ്രാവശ്യം ലസാന ഉണ്ടാക്കിയപ്പോൾ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ലസാനിയ നല്ലതായിരുന്നു. ആദ്യം ഗ്രേവി ഇല്ല, വലിയ എരിയോ പുളിയോ ഒന്നും അത്രയും കൂടുതലായിട്ടില്ല. എല്ലാം കൂടെ നല്ലൊരു ചേഞ്ചിങ്, ഒരു വെറൈറ്റിയാണ്. ഇങ്ങനെ മാറി മാറിയുള്ളത് നല്ലതായിരുന്നു. ടോട്ടലി ഒരുത്തി ഓടിപ്പോന്ന് കിച്ചണിലോട്ട് വരുന്നുണ്ടേ. ടോട്ടലി ലസാനിയ നല്ലതാണ്. കാര്യം വല്ല ഇടയ്ക്കിടയ്ക്ക് ഇന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ചേഞ്ചിങ് ആണ്. മമ്മി ലസാനിയ ഇഷ്ടമാണോ? എനിക്കിഷ്ടപ്പെട്ടു. ഒരു ചേഞ്ചിങ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു ചേഞ്ചിങ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി. നിനക്ക് ലസാനിയ ഇഷ്ടമായിരുന്നു? I like it. I love it. You love it? Yeah. Okay. മച്ചാൻ ഈ നോൺ വെജ് ഒന്നും വലുതായിട്ട് കഴിക്കുന്ന ടീമിലല്ല, പക്ഷേ എങ്കിൽ ലസാന ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതായിട്ട് കഴിച്ചോളും. It's not that much hot. I like it. അവനും എരി ഇഷ്ടമല്ല. It tastes a lot. I like the taste. You like the taste? Yeah. But taste ഇഷ്ടമാണ്, കൂടുതൽ എരി ഇല്ല എന്നും കൂടെ പറയുന്നത്. അപ്പം കുഴപ്പമില്ല അല്ലേ? Yeah. Okay, we are making today. സോ കുക്കിംഗ് പ്രോസസ്സ് വലിയ ടഫില്ല. നമ്മൾ ആദ്യം ഉള്ളി ഇട്ടു, അത് കഴിഞ്ഞിട്ട് ഈ മിൻസ്ഡ് മീറ്റ് ഇട്ടപ്പോൾ ആ ഒരു റെഡ് കളറല്ലായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കളർ മാറി ഈ ഒരു ബ്രൗൺ കളറായി. ഈ ടൈമിൽ ഈ കളർ മാറി ഈ കളർ ആവുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ടൊമാറ്റോ സോസ് പോലെ റെഡ് ലസാനിയ സോസ് ഇതിടണം. ഫുൾ ബോട്ടിൽ ഇടണോ? ഫുൾ ബോട്ടിൽ ഇടണം. ഓക്കെ. കണ്ടോ, ഇതൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ തക്കാളി, ഉള്ളി, പിന്നെ ഇറ്റാലിയൻ ഹെർബ്സ് ഇടുന്നുണ്ട് ഇതിൽ. കണ്ടോ, ഈ ഗ്രീൻ കളർ കാണാം, ഹെർബ്സ് ഒക്കെ ഗ്രീൻ കളർ, അത് ഇറ്റാലിയൻ ഹെർബ്സ് ഇടുന്നുണ്ട്, അതിടണം. ഓക്കെ, ഇതെല്ലാം കൂടെ ഇനി ഒന്നിച്ച് ഇത് മിക്സ് ചെയ്യാം അല്ലേ? ഞാൻ മിക്സ് ചെയ്യും. പക്ഷേ ഇവിടെ ചിലർ ഇത് ബേക്ക് ചെയ്യാൻ നേരത്തെ ഇത് മുകളിലേക്ക് ക്രീമി ആവാനായിട്ട് ഞാൻ ഇത് ഒന്നിച്ച് ഇത് ചെയ്തിട്ട്, പിന്നെ ഇതിൽ ഇച്ചിരി സോൾട്ട് ഇടും. ഒരു 2 ടീസ്പൂൺ സോൾട്ട്, പിന്നെ ഹെർബ്സ് ഇച്ചിരി ആയിട്ട് ഇട്ടാൽ മതി.
ഇത് സ്ലോ കുക്ക് ചെയ്യണം. ഇപ്പം ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് സോ ആ ഒരു സോസിലും ആ ഒരു ഇതിലും ഈ ബീഫ് ഇതായിട്ട് സോഫ്റ്റായിട്ട് കുക്കാവട്ടെ. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ക്ലോസ് ചെയ്ത് ഇത് കുക്ക് ചെയ്യാൻ വെക്കണം. ഇത് കുക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ലസാനിയ ഷീറ്റ് ബോയിൽ ചെയ്യണം. അതൊന്ന് വെള്ളം ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബോയിൽഡ് വെള്ളത്തിൽ ഇച്ചിരി നമ്മൾ പാസ്തേഴ്സൊക്കെ ബോയിൽ ചെയ്യൂലേ, സെയിം വേ ഈ ലസാനിയ ഷീറ്റ് ബോയിൽ ചെയ്യണം. അപ്പം ഇത് കുക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ലസാനിയ ഷീറ്റ് ബോയിൽ ചെയ്യാം. തിളപ്പിച്ച വെള്ളത്തിൽ ഈ വെള്ളം ബോയിലായി കഴിഞ്ഞാൽ ലസാനിയ ഷീറ്റ് ഇടണം. നമ്മൾ ജസ്റ്റ് നോർമൽ പാസ്താസൊക്കെ ബോയിൽ ചെയ്യത്തില്ലേ, അതേപോലെ ലസാനിയ ഷീറ്റ് ഇട്ടിട്ട് നമ്മുടെ വീട്ടിലുള്ള ബേക്ക് ചെയ്യാനുള്ള ട്രെയിൻ്റെ സൈസിൽ ഒരു 2 ലെയറിങ്ങിൽ ഇടാൻ പറ്റണ പോലെ ഒരു 6 to 8 ഇട്ടിട്ട് ലേശം ഒരു ഇച്ചിരി എണ്ണ. ഈ എണ്ണ ഇടുന്നതിനാണെന്നറിയാമോ? ഒട്ടാതിരിക്കാൻ വേണ്ടി. ഓക്കെ. പിന്നെ ചെറിയൊരു ടേസ്റ്റ് വരും. അതുപോലെ തന്നെ ഉപ്പും കൂടെ ഇതിലോട്ട് ലേശം. ഈ ഷീറ്റിന് പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല. അപ്പം ഇതിൽ ചെറിയൊരു ടേസ്റ്റ് വരാനായിട്ട്. അപ്പം ഇത് ബോയിലായി. പിന്നെ ഇത് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിൽ നിന്ന് വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് ഇട്ടിട്ട് ഈ ഷീറ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സെറ്റിംഗ് ആണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ബേസിക്കലി ഈ ഒരു ലെയർ ഇതിടും, പിന്നെ ഒരു ലെയർ ലസാനിയ ഇടും. അങ്ങനെയാണ് ഇത് വർക്കൗട്ടാണ്. ഇവിടെ അപ്പുറത്തെ സൈഡിൽ ഇത് ഇങ്ങനെ സ്ലോ ഹീറ്റിൽ കുക്ക് ആകുന്നുണ്ട്. ഓക്കെ, സ്ലോ ഹീറ്റിൽ കുക്ക് ആക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ മിൻസ് മീറ്റിൻ്റെ സോസ് റെഡി ആയിരിക്കുക. ഇതിൽ ജസ്റ്റ് ഒരു അഡീഷണൽ ആയിട്ട് ഇച്ചിരി ഷുഗർ ഇട്ടു, പിന്നെ പാർസ്ലി ഇച്ചിരി ഇട്ടിട്ടുണ്ട് മുകളിൽ. ദാറ്റ്സ് ഇറ്റ്. ഇത് റെഡിയായി. പാസ്ത ഷീറ്റ് കുക്കായിട്ടുണ്ട്. പാസ്ത ഷീറ്റും വെള്ളം കളഞ്ഞ് ഡ്രൈഡ് ഔട്ട് ചെയ്തു. ഇനിയിപ്പം നമുക്ക് ഇത് സെറ്റ് ചെയ്യണം. അപ്പം ഇത് ഞാൻ മോന് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ട്രേ ആണ്. അപ്പം ഇതിലാണ് ഞാൻ ഈ ലസാനേൻ്റെ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ അവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിലേക്ക് പ്രീ ഹീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആദ്യമായിട്ട് ഒരു തിൻ ലെയറിൽ ഈ ലസാനിയ സോസ്, നമ്മുടെ മിൻസ് മീറ്റും ഈ ലസാനിയ റെഡ് സോസ് എല്ലാം ഇട്ടിട്ടുള്ള അത് ഒരു ലെയർ ആദ്യം ഒന്ന് ഇടണം ഈ ട്രേയിൽ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ലസാനിയ ഷീറ്റ് ഇടും. ഓക്കെ, ഇനി ഒരു ലെയർ ലസാനിയ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മേലെ പിന്നെ നമ്മൾ ഇത് ഇടണം, സോസ് ഇടണം. സോ ഒരു ലെയർ ലസാനിയ ഷീറ്റ്, പിന്നെ മിൻസ് മീറ്റിൻ്റെ സോസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീസ് ഇട്ടിട്ട് ഇതേ സെയിം പ്രോസസ്സ് ഒരു ലെയറും കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇനി ഇത് ഓൾ സെറ്റായി. ഇനിയിപ്പം നമ്മൾ ബേക്ക് ചെയ്യണം. ഇത് ഒരു 20-30 ഒരു അരമണിക്കൂറെങ്കിലും ബേക്ക് ചെയ്യണം. മുകളിലൊരു ക്രിസ്പി ലെയർ ഫോം ആവും. അതുവരെ ഒന്ന് ബേക്ക് ചെയ്യണം. ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ടെല്ലാം മിക്സ് ആവാനായിട്ട്. അപ്പം സംഭവം ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് കാണിക്കാം. ചീസൊക്കെ മെൽട്ടായി ഈ രീതിയിലോട്ട് വന്നുകൊണ്ടിരിക്കും. ഞാൻ ഒരു നേരം ഉറങ്ങാൻ പോയായിരുന്നു. എനിക്കിന്ന് നൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് തിരിച്ച് വന്ന് നോക്കാൻ നേരത്തെ ഇവർ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു ഫുഡിൻ്റെ വീഡിയോ എടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇല്ല, അതെടുത്തില്ല, മറന്നുപോയെന്ന്. ഞാൻ പറഞ്ഞു ആദ്യമല്ല നമ്മൾ ഈ സംഭവത്തിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമല്ലായിരുന്നോ എന്ന് പറഞ്ഞു. ഫുഡ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോയും മറന്നു, കാര്യങ്ങളെല്ലാം മറന്നു. അപ്പം ഫുഡും കാര്യങ്ങളും എങ്ങനെയാണ് ഇരിക്കുന്നുണ്ട്, ടെക്സ്ചർ എന്തോ എന്നെല്ലാം ഞാനിപ്പോൾ കാണിക്കാം. ഒരു പ്ലേറ്റിൻ്റെ ഒരു ഇച്ചിരി ബാക്കിയുള്ള എനിക്ക് കഴിക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു ഇച്ചും കൂടി പോർഷൻ ഉണ്ട്. ഓക്കെ, അതല്ലാതെ ബാക്കി എല്ലാം ഇവരടിച്ച് തീർത്തു. ഞാൻ സംഭവം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. Hello. Ryan, did you like the food? Yes, I love it. You loved it? You like that. Even I like that. Okay, ഫുഡ് തന്നെ ഇതാണ്. ഓക്കെ, ഇത്ര ഏകദേശം ഇത് ഉണ്ട്. ഇതിൻ്റെ തന്നെ ബേക്ക് ചെയ്തത്. I love So, it. you loved it, right? ഇവരുടെ പ്ലേറ്റ് എല്ലാം കണ്ടോ, ഫുള്ള് കഴിച്ച് തീർത്ത് വെച്ചേക്കുക. പാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ കൊള്ളായിരുന്നു, നല്ലതാ. നല്ലതായിരുന്നു. ഒരു ചേഞ്ചിങ്, നല്ല ഒരു
വലിയ മസാലയൊന്നും ഇല്ലാതെ ഒരു വേറൊരു വെറൈറ്റി ഉണ്ടല്ലേ. നിനക്ക് ഇഷ്ടപ്പെട്ടോടി? ഓ, റെനറ്റിനെ പറയാൻ പറ്റില്ല, പക്ഷെ അവളുടെ മോന്റെ നിറച്ച് അവള് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് റെനറ്റിന്റെ സ്ഥിതി ഇപ്പം. മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ? മമ്മി ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആയിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടോടി? നിനക്ക് പിന്നെ അത് പറയാതിരിക്കാൻ രക്ഷയില്ലല്ലോ അല്ലേ, നീയല്ലേ ചെയ്തത് ഉണ്ടാക്കിയത്. സോ ഇതാണ് ഫുഡ്. എടുത്തോ. കൈ മാറ്റിക്കോ മോനെ, അമ്മ ചെയ്യുന്ന ഞാൻ ഒന്ന് കാണിച്ചോട്ടെ. വരുന്നില്ലേ? ഒരു മിനിറ്റ്. I like it. ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ ടെക്സ്ചർ. ഇവിടെ മുകളില് ക്രിസ്പി ആയിട്ടുണ്ട്, ചീസ് ഒന്ന് മെൽറ്റ് ചെയ്ത്. It looks yummy. Looks yummy and it is yummy. സോ സംഭവം ഇങ്ങനെയാണെങ്കിലും മണ്ടയ്ക്കത്തെ ലെയർ ക്രിസ്പി, ഈ ചൂട് കാറ്റ് പോകുന്നുണ്ടോ, ആവി പോകുന്നുണ്ടോ, അകത്തെ ബീഫ് ഇങ്ങനെ ലേസായിട്ടാണ് വരുന്നത്. സംഭവം അടിപൊളി ഒരു ഡിഷാണ്. ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വലിയ ചിലവും വരത്തില്ല. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 5-6 പൗണ്ടിൻ്റെ അകത്ത് തന്നെ എല്ലാം തീർന്നു കിട്ടും. ഐറ്റംസും കാര്യങ്ങളെല്ലാം തീർന്നു കിട്ടും. ഇതാണ് ഫുൾ പ്ലേറ്റിൻ്റെ സ്ഥിതി. ഉണ്ടാക്കിയത് ഫുള്ള് ലേസായിട്ടായിരിക്കണം. ഫുള്ള് തീർന്നു, ഇത്രയും കൂടെ ഉള്ളൂ ബാക്കി. ഫോർക്കും കൊണ്ടാണ് കഴിക്കേണ്ടത്, പക്ഷേ കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി ഇത് ചെയ്തു. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ലേസായിട്ട് വരുന്നുണ്ട്. ഏറ്റവും മേളത്തെ ഇത് നല്ല ചീസി ആയിട്ട് കേട്ടോ, ഈ രീതിയിൽ ഇങ്ങനെ വരും. ഓക്കെ, ഇതും കൂടെ വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം. അതിൻ്റെ ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ ചിലവില്ല. 5-6 പൗണ്ടിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ 1,500 രൂപ ആകത്തില്ല. നാട്ടിലത്തെ ആണെങ്കിൽ 1,500 രൂപ ആകത്തില്ല. എൻ്റെ അകത്ത് തന്നെ ശരിയാകും. ഓക്കെ, ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് പറ, അങ്ങനെ ഉണ്ടായിരുന്നു.